നറുനെയ്യ് അത് ശബരിമലയിലായാലും കൊട്ടിയൂരിലായാലും പയ്യാവൂരിലായാലും മറ്റേത് ക്ഷേത്രങ്ങളിലായാലും നമ്മുടെ ആത്മാംശത്തെ സൂചിപ്പിക്കുന്നു. ധർമാധിഷ്ഠിതമായ ഉത്തമ ജീവിതം നയിച്ചു വന്നിരുന്ന നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന സ്വതസിദ്ധമായ പരിശുദ്ധി. കൈലാസമറിയാതെ കൈവഴികൾ ജീവിതയാത്രയിൽ ആപൽക്കരമായ ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവനെ ഉദ്ധരിച്ച് സത്യത്തിലേക്കും അമരത്വത്തിലേക്കും ലയിപ്പിക്കുക എന്നതാണ് ഇത് കാണിക്കുന്നത്. അമൃതസ്വരൂപനാക്കി മാറ്റാനുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായ വിശിഷ്ടമായ അനുഷ്ഠാനമാണ് പയ്യാവൂരിലെ നെയ്യമൃത് സമർപ്പണം. ഓളത്തിൽ താളത്തിൽ ഓംകാരമന്ത്രം, ഓരോരോ കല്ലിലും ശിവലിംഗരൂപം, ഓരോരോ കല്ലിലും. നെയ്യാട്ടത്തിന് അർപ്പിക്കാനുള്ള വിശിഷ്ട വസ്തുവായ നറുനെയ്യ് എത്തിക്കാനുള്ള അവകാശം പരമ്പരാഗതമായി സിദ്ധിച്ചത് 4 സ്വരൂപങ്ങളിലെ നമ്പ്യാർ, നായർ, കുറുപ്പ് എന്നീ സമുദായങ്ങൾക്കാണ്. ഐഹിക ജീവിതമാകുന്ന പാലിൽ പിതൃത്വത്തിൻ്റെ തൈര് ചേർത്ത് പുളിപ്പിച്ചതിനെ മഥനം ചെയ്ത് തപസ് എന്ന തപനത്തിലൂടെ നെയ്യാക്കി മാറ്റുന്ന പ്രക്രിയ. എന്തുതന്നെയായാലും പയ്യാവൂരിൽ ഇത് വിശിഷ്ടവും പരിപാവനവുമായ ചടങ്ങ് തന്നെ. കഠിനവ്രതത്തിലൂടെയാണ് നെയ്യമൃതുകാർ കടന്നു പോകുന്നത്. മകരം 25-ന് കുളുത്തുകുടി മാറ്റൽ എന്ന ചടങ്ങോടുകൂടിയാണ് നെയ്യമൃതുകാർ വ്രതം തുടങ്ങുന്നത്. ഊട്ടുത്സവത്തിന് നാന്ദി കുറിക്കുന്ന കുംഭസംക്രമത്തിന് തലേ ദിവസം മുതൽ നെയ്യമൃതുകാർ മഠത്തിൽ പ്രവേശിക്കും. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലായി 100-ലധികം നെയ്യമൃത് മഠങ്ങളുണ്ട്. 9 ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷം കുംഭം 10-നാണ് നെയ്യമൃതുകാരുടെ നെയ്യൊപ്പിക്കൽ എന്ന ചടങ്ങ് നടക്കുക. പാപങ്ങൾ പോക്കും ദേവിയല്ലേ. തങ്ങളുടെ ജീവാംശമായ നറുനെയ്യ് ഭഗവാന്റെ സ്വയംഭൂവിൽ സമർപ്പിക്കുക എന്ന ചടങ്ങാണ് നെയ്യൊപ്പിക്കൽ. 100 കണക്കിന് നെയ്യമൃതുകാരാണ് പയ്യാവൂരിൽ നെയ്ക്കുംഭവുമായി എത്തുന്നത്. പൗരാണികമായി പരിയാരം മഠത്തിലെ നെയ്യാണ് ആദ്യം ഒപ്പിക്കുക. ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട്. കുംഭം 10-ന് പുലർച്ചെ 4 മണിക്കാണ് നെയ്യമൃത് സമർപ്പണം തുടങ്ങുന്നത്. ഇത് രാവിലെ 9 മണി വരെ നീളും. പൂർണ്ണ പുഷ്പാഞ്ജലി, അശ്വമേധ നമസ്കാരം, സാളഗ്രാമ പൂജ തുടങ്ങിയ അത്യപൂർവമായ ചടങ്ങുകളോടെയാണ് നെയ്യമൃതുകാരുടെ നെയ്യൊപ്പിക്കൽ. ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് പയ്യാവൂരിലെ നെയ്യമൃത് സമർപ്പണം. പൗരാണികമായി പരിയാരത്ത് നിന്ന് പനയോലയിൽ പൊതിഞ്ഞ കായ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമായിരുന്നു. കുംഭം 9-ന് ചേടിച്ചേരി കുട്ടാവ് ദേശവാസികളുടെ ഊട്ടുകാഴ്ചയും നടക്കും. ഊട്ടുകാഴ്ചയായി കൊണ്ടുവരുന്ന ഇളനീരും പരിയാരം ദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പഴവുമാണ് നെയ്യമൃതുകാർക്ക് നെയ്യ് സമർപ്പണത്തിന് ശേഷം പ്രസാദമായി നൽകി വരാറ്. എന്നാൽ പരിയാരം ദേശവാസികളുടെ പനയോലയിൽ കായ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ചടങ്ങ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇപ്പോൾ നടക്കുന്നില്ല. ചേടിച്ചേരിവാസികളുടെ ഊട്ടുകാഴ്ച തനിമ ചോരാതെ ഇപ്പോഴും നടന്നു വരുന്നു. കുംഭം 10-ന് രാവിലെ നെയ്യമൃതുകാർ നെയ്യൊപ്പിച്ച ശേഷം രാത്രിയിൽ മേള പ്രദക്ഷിണത്തോടുകൂടി ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളത്തും കോമരത്തച്ഛൻ്റെയും നെയ്യമൃതുകാരുടെയും കുഴിയടുപ്പിൽ നൃത്തവും ഭക്തി നിർഭരമാണ്. അന്ന് തന്നെയാണ് പ്രസിദ്ധമായ ചൂളിയാട് ദേശവാസികളുടെ ഓമനക്കാഴ്ച. ഓമനക്കാഴ്ചയായി കൊണ്ടുവരുന്ന പഴക്കുലകളിൽ നിന്നാണ് പിറ്റേ ദിവസം നെയ്യമൃതുകാരുടെ അടിയിലൂണിന് പഴം നൽകുക. കുംഭം 11-ന് രാവിലെ നെയ്യാട്ടം, കളഭാട്ടം, ഇളനീരാട്ടം എന്നീ ചടങ്ങുകൾക്ക് ശേഷമാണ് നെയ്യമൃതുകാരുടെ അടിയിലൂണ്. അടിയിലൂണിന് ശേഷമാണ് നെയ്യമൃതുകാർ മടങ്ങുക. മനസ്സും ശരീരവും പവിത്രമാക്കിക്കൊണ്ടുള്ള മടക്കയാത്ര.
തങ്ങളുടെ ജീവാത്മാവാകുന്ന നറുനെയ്യ് ഭഗവാനിൽ സമർപ്പിച്ചു എന്ന പുണ്യവുമായുള്ള ജീവിതയാത്ര. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattanur.